പാലക്കാട് കുമരനെല്ലൂർ വേഴൂർക്കുന്നിൽ മണിക്കൂറുകളോളം വീട്ടുകാരെ ഭീതിയിലാഴ്ത്തിയ പാമ്പിനെ പിടികൂടി. മതിലകത്ത് വീട്ടിൽ വിജയന്റെ വീട്ടിലാണ് പാമ്പിനെ കണ്ടെത്തിയത്. അംഗീകൃത പാമ്പുപിടുത്തക്കാരൻ ബൈജു കോട്ടപ്പാടമെത്തിയാണ് കാട്ടുപാമ്പിനെ പിടികൂടിയത്. തൃശൂർ കണ്ടണാശ്ശേരി ഗ്രാമീണ വായനശാല കലാസമിതിയുടെ നേതൃത്വത്തിൽ ഓണക്കാലത്ത് നടത്തിവരാറുള്ള തായങ്കളി മത്സരത്തിന് തുടക്കമായി. വായനശാലയോട് ചേർന്ന് പ്രത്യേകം സജ്ജമാക്കിയ കളിയിടത്തിലാണ് തായങ്കളി അരങ്ങേറുന്നത്. തായങ്കളിയുടെ ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ.ജി. പ്രമോദ് നിർവഹിച്ചു. നടനും എം.എൽ.എയുമായ മുകേഷിനെതിരെ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ എം.എൽ.എ സ്ഥാനം ഒഴിയുന്നതാണ് ധാർമ്മികതയെന്ന് നടൻ പി. കുഞ്ഞികൃഷ്ണൻ. അമ്മ ഭരണസമിതി ഒന്നടങ്കം രാജിവെച്ച നടപടി ശരിയായില്ലെന്നും എല്ലാ സത്യങ്ങളും വൈകാതെ പുറത്തുവരുമെന്നും കുഞ്ഞികൃഷ്ണൻ പാലക്കാട് പറഞ്ഞു. ആലപ്പുഴ ബൈപ്പാസ് കുതിരപ്പന്തി ഭാഗത്ത് വെച്ച് എറണാകുളം ഭാഗത്തു നിന്നും കമ്പി കയറ്റി വന്ന ലോറി റോഡ് സൈഡിലെ കാട്ടിലേക്ക് മറിഞ്ഞു. അപകടത്തിൽ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. മരിച്ചത് കൊല്ലം കൊട്ടിയം സ്വദേശി ജസ്റ്റിൻ. ആലപ്പുഴ നഗരസഭയിൽ പിൻവാതിൽ നിയമനം നടത്തുന്നു എന്ന ആരോപണം. നഗരസഭയ്ക്ക് മുന്നിൽ ധർണയും പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെയും ആലപ്പുഴ നോർത്ത് സൗത്ത് ബ്ലോക്ക് കമ്മിറ്റികളുടെയും നേതൃത്വത്തിലായിരുന്നു ധർണ. വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രതിഷേധം. കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആലപ്പുഴ SSK ഓഫീസിന് മുന്നിൽ ധർണയും പ്രക്ഷോഭവും. കണ്ണൂർ കടവത്തൂരിൽ തീപിടുത്തത്തിൽ നാശനഷ്ടം സംഭവിച്ച വ്യാപാരികൾക്ക് സഹായവുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി. സഹായധനം വിതരണം ചെയ്ത KP മോഹനൻ MLA. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നൽകിയത് 16 ലക്ഷം രൂപയുടെ ധനസഹായം. പെരിങ്ങത്തൂർ NAM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന സമ്മേളനം സാർത്ഥകം ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്തു. ഷഹൻഷാ IPS മുഖ്യാതിഥി. കണ്ണൂർ പാനൂരിൽ പ്രതിശുദ്ധ വധു പനി ബാധിച്ച് മരിച്ചു. മരണം ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലിരിക്കെ. മരിച്ചത് പാനൂർ മാക്കൂൽ പീടികയിലെ വിസ്മയ. സെപ്റ്റംബർ 7 വിവാഹം നടക്കാനിരിക്കെയാണ് മരണം. കടിച്ചാർ ചാണപ്പാറയിൽ കടമുറിയിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. തിരുവനന്തപുരം വിളക്കോട് സ്വദേശി പ്രേംജിത്ത് ലാൽ പിടിയിൽ. കൊല്ലപ്പെട്ടത് കണിച്ചാർ പാനികുളം സ്വദേശി ബാബു. കൊലയ്ക്ക് പിന്നിൽ മദ്യപിച്ച് വഴക്കു പറഞ്ഞതിലുള്ള വിരോധമെന്ന് പോലീസ്. ഉന്നത വിജയം നേടിയ തലശ്ശേരി മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്ക് അനുമോദനം. വിജയോത്സവം 2024 വർണ്ണാഭമായി. വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകിയും സമയം പങ്കിട്ടും സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ.